പാർട്ടികളും സജ്ജമായിട്ടുണ്ട്. മുന്നണിയുടെ ധാരണയുടെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സീറ്റ് വിഭജനം താഴെ തലത്തിലാണ് നടക്കുന്നത്. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഗവൺമെൻറ് 9 വർഷത്തിലധികമായി അധികാരത്തിൽ തുടരുകയാണ്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാലാവധി 5 വർഷം പൂർത്തിയാകുന്നു. ഈ കാലയളവിൽ കേരളം കൈവരിച്ച സമാനതകളില്ലാത്ത നേട്ടങ്ങളുണ്ട്. കേരളം വൻകിട വ്യവസായങ്ങൾക്കും മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കും പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വലിയ തോതിൽ മുൻഗണന നൽകുകയാണ്. കേരളം സാമൂഹ്യ സുരക്ഷാ നടപടികളിൽ, ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ വലിയ തോതിൽ മുന്നേറ്റം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ 2 ഭാഗവും ചേർന്ന് കേരളത്തിലെ ജനങ്ങളുടെ ഭാവി ജീവിതത്തിന് കൂടുതൽ സുരക്ഷിതത്വമുണ്ടാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ശ്രമിച്ചു വരികയാണ്. കേരളത്തിൽ ഭൂബന്ധങ്ങളിൽ വന്ന മാറ്റം ഇന്നത്തെ സാമൂഹ്യ വികസന കാര്യങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട സ്വാധീനം ചെലുത്തുന്നു. അതിൻ്റെ തുടർച്ചയായി പെൻഷനും മറ്റാനുകൂല്യങ്ങളും സാധാരണ ജനങ്ങൾക്ക്, സാധാരണ തൊഴിലാളികൾക്കും മറ്റു പാവപ്പെട്ട ജനങ്ങൾക്കും ലഭിക്കുന്ന സ്ഥിതി വന്നു. ഈ നില മെച്ചപ്പെടുകയാണ്. ഈ നില മെച്ചപ്പെട്ടു വരുന്ന സന്ദർഭത്തിൽ ഇന്ന് കേരളം നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തൊഴിലില്ലായ്മയുടേതാണ്. തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് ഒരു വൈജ്ഞാനിക മിഷൻ ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആ വൈജ്ഞാനിക മിഷൻ പ്രായോഗികമായി ഏത് മേഖലയിലാണ് തൊഴിൽ വേണ്ടത്, തൊഴിലാളികളെ ഏത് മേഖലയുടെ ആവശ്യം, അത്തരം മേഖലയിൽ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനും അവിടെ മതിയായ പരിചയമുള്ള തൊഴിലാളികളില്ലെങ്കിൽ തൊഴിൽ പരിശീലനം നൽകാനും നൈപുണ്യ വികസനം എന്ന പദ്ധതിയിലൂടെ തൊഴിൽ വികസനം നൽകുന്നതിനും വേണ്ടിയുള്ള നടപടികൾ കേരളത്തിൽ സ്വീകരിക്കാം. അപ്പോൾ കേരളത്തിൻ്റെ ഭാവി സംരക്ഷണത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 3ാം തവണയും അധികാരത്തിൽ വരേണ്ടതുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം ഇപ്പോൾ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകും. സംസ്ഥാന ഗവൺമെൻറ് ഇവിടെ 62 ലക്ഷം ആളുകളാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നത്. ഈ പെൻഷൻ 400 രൂപ വർദ്ധിപ്പിച്ച് 2000 ഉയർത്തി. അംഗൻവാടി ജീവനക്കാർക്ക് 1000 രൂപ ഓണററിയം വർദ്ധിപ്പിച്ചു. ആശാവർക്കർമാർക്കും 1000 രൂപ വർദ്ധിപ്പിച്ചു. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസമനുഭവിക്കുന്ന ജനങ്ങളെ ചേർത്ത് നിർത്തി അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. കേരളത്തിൽ ഒരു 33 ലക്ഷത്തോളം സ്ത്രീകൾക്ക് ഗുണകരമാകുന്ന 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് ഒരു പ്രത്യേക ആനുകൂല്യമായി സഹായം നൽകാൻ, ഒരു മാസം 1000 രൂപ സഹായം നൽകാൻ ഗവൺമെൻറ്, ഇതൊരു വീട്ടമ്മമാർക്കുള്ള അംഗീകാരമാണ്. ഇങ്ങനെയുള്ള നാനാതരത്തിലുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നുണ്ട്. ഈ ജനക്ഷേമ നടപടികൾ തുടരണം എന്നുള്ളതാണ് ജനങ്ങളുടെ പൊതുവികാരം. അത് യാഥാർത്ഥ്യമാക്കുന്നതിന് എല്ലാ ജനവിഭാഗങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അണിനിരക്കും. ജനങ്ങൾ അത്തരം ഒരു സഹകരണം ഇവിടെ നൽകണം എന്നുള്ളതാണ് പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രാദേശിക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ജനക്ഷേമ നടപടികൾ അതിൽ മിക്കവതും നടപ്പിലാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നത് പ്രാദേശിക ഗവൺമെൻറ്റുകളാണ്. ആ പ്രാദേശിക ഭരണ സംവിധാനത്തെ ശക്തിപ്പെടുത്തുക എന്ന സമീപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടതാണ്. കേരളത്തിൻ്റെ വികസനമാകെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, അതാണ് ത്രിതല പഞ്ചായത്ത്, പിന്നെ നഗരസഭകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, ഇതെല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു വികസനമാണ് കേരളത്തിൻ്റെ പൊതുവികാസം. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പോട്ട് വെക്കുന്നത്. അധികാര വികേന്ദ്രീകരണത്തിന് പ്രധാന പരിഗണനയാണ് സംസ്ഥാന ഗവൺമെൻറ് നൽകി വരുന്നത്. തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി നിർണയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിഷയമല്ല. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് മുന്നണി ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓരോ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. അത് മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളിലും ഏകദേശം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്.
തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ, അതിൻ്റെ ടൈം ഷെഡ്യൂൾ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് മുന്നണി ധാരണയും സ്ഥാനാർത്ഥികളെയും ഓരോ പ്രദേശത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രഖ്യാപിക്കാൻ കഴിയും.